തന്റെ അംഗരക്ഷകൻ തള്ളിമാറ്റിയ ഭിന്നശേഷിക്കാരനായ ആരാധകനെ നേരിട്ടെത്തി കണ്ട തെലുങ്ക് സൂപ്പർ താരത്തിന്റെ വീഡിയോ ഇപ്പോൾ വൈറലാവുകയാണ്. മികച്ച സ്വീകരണം നേടിക്കൊണ്ട് പ്രദർശനം തുടരുന്ന ഉർവശി പാർവതി ചിത്രമായ ഉള്ളൊഴുക്ക് ഇനി ഹോളിവുഡിലേക്കും. ഫർഹാൻ ഒരുക്കുന്ന പുതിയ ചിത്രത്തിൽ നായകനാകുന്നത് ആസിഫ് അലിയാണ്. ആഗോളതലത്തിൽ സൂര്യയുടെ ഗരുഡൻ 58.94 കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അംഗരക്ഷകൻ തള്ളിമാറ്റിയ ഭിന്നശേഷിക്കാരനായ ആരാധകനെ നേരിട്ടെത്തി കണ്ടിരിക്കുകയാണ് തെലുങ്ക് സൂപ്പർ താരമായ നാഗാർജുന. ആരാധകനെ നേരിട്ട് വന്ന് കാണുന്നതിന്റെയും കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുംബൈ വിമാനത്താവളത്തിലെത്തിയ നാഗാർജുനയെ കാണാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അംഗരക്ഷകൻ ആരാധകനെ തള്ളിമാറ്റിയത്. മുംബൈയിൽ തന്റെ പുതിയ ചിത്രമായ കുബേരയുടെ ചിത്രീകരണത്തിനായിട്ടായിരുന്നു നാഗാർജുന എത്തിയത്. കഴിഞ്ഞ മാസം ജൂൺ 23-നായിരുന്നു സംഭവം നടന്നത്. നാഗാർജുനയ്ക്കൊപ്പം ചിത്രമെടുക്കാൻ ശ്രമിച്ച ആരാധകനെ അംഗരക്ഷകർ തള്ളിമാറ്റുകയും ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയുമായിരുന്നു. സംഭവത്തിൽ നേരത്തെ നാഗാർജുന ക്ഷമാപണം നടത്തിയിരുന്നു. ഇത് ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുമെന്നും താരം പറഞ്ഞിരുന്നു. ആരാധകനെ നേരിട്ട് കണ്ട് ക്ഷമ പറഞ്ഞ നാഗാർജുനയെ അഭിനന്ദിച്ച് നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തു. ഇതാണ് സോഷ്യൽ മീഡിയയുടെ ശക്തിയെന്നും ചിലർ കമന്റ് ചെയ്തിരുന്നു. അതേസമയം ശേഖർ കമൂലയാണ് നാഗാർജുനയുടെ പുതിയ ചിത്രമായ കുബേര സംവിധാനം ചെയ്യുന്നത്. ധനുഷും രശ്മിക മന്ദാനയുമാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ. ദേവിശ്രീ പ്രസാദാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. മികച്ച സ്വീകരണം നേടിക്കൊണ്ട് പ്രദർശനം തുടരുന്ന ക്രിസ്റ്റോ ടോമിയുടെ ഉർവശി പാർവതി ചിത്രം ഉള്ളൊഴുക്ക് ഇനി ഹോളിവുഡിലേക്കും. ലോസ് ആഞ്ചലസിൽ വെച്ച് നടക്കുന്ന IFFLA ഭാഗമായി പ്രശസ്തമായ സൺസെറ്റ് ബോളിവുഡ് തിയേറ്ററിൽ വെച്ചാണ് ചിത്രത്തിന്റെ ലോസ് ആഞ്ചലസ് പ്രീമിയർ നടക്കുക. ജൂൺ 29-ന് നടക്കുന്ന പ്രീമിയറിൽ പങ്കെടുക്കാനായി സംവിധായകനായ ക്രിസ്റ്റോ ടോമിയും അഭിനേത്രി പാർവതിയും ലോസ് ആഞ്ചലസിൽ എത്തിക്കഴിഞ്ഞു. ഇന്ത്യക്ക് പുറത്തുവെച്ച് നടക്കുന്ന ഏറ്റവും വലിയ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലൊന്നായ IFFLA ഭാഗമാകാൻ കഴിഞ്ഞത് ഉള്ളൊഴുക്കിന് ലഭിച്ച മഹത്തായ അംഗീകാരമാണെന്നാണ് മാധ്യമങ്ങളും ചിത്ര നിരൂപകരും ഒരേ സ്വരത്തിൽ പറയുന്നത്. പല പ്രമുഖ നടീനടന്മാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവും അടക്കം സമൂഹത്തിലെ പല പ്രമുഖരും ഉള്ളൊഴുക്കിനെ അഭിനന്ദിച്ച് മുന്നോട്ട് വന്നിരുന്നു. മികച്ച പ്രേക്ഷക അഭിപ്രായത്തോടെ 2ാം വാരത്തിലേക്ക് കടക്കുകയാണ് ഉള്ളൊഴുക്ക്. അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റിയ കറി ആൻഡ് സൈനൈഡ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത ക്രിസ്റ്റോ ടോമിയുടെ ആദ്യ ഫീച്ചർ ഫിലിമാണ് ഉള്ളൊഴുക്ക്. സുഷിൻ ശ്യാമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഉർവശി, പാർവതി എന്നിവരെ കൂടാതെ അലൻ സിയർ, പ്രശാന്ത് മുരളി, അർജുൻ രാധാകൃഷ്ണൻ, ജയ കുറുപ്പ് തുടങ്ങിയവരും ചിത്രത്തിൽ മറ്റു വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഫർഹാൻ ഒരുക്കുന്ന പുതിയ ചിത്രത്തിൽ ആസിഫ് അലി നായകനാകും. ആസിഫ് അലി ബിജു മേനോൻ ചിത്രമായ തലവനിൽ ജസ് ജോയുടെ അസോസിയേറ്റ് ആയിരുന്നു ഫർഹാൻ. റിയൽ ലൈഫ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ എഡിറ്റർ നൌഫൽ അബ്ദുള്ള, നിസാർ ബാബു, പടയോട്ടം എന്ന ബിജു മേനോൻ ചിത്രം സംവിധാനം ചെയ്ത റഫീഖ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഡാർക്ക് ഹ്യൂമർ ഓണറിലാണ് ചിത്രം ഒരുങ്ങുന്നത്. പേരിടാത്ത ഈ ചിത്രത്തിന്റെ മറ്റു വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും. ജഗദീഷ്, ചന്തു സലിംകുമാർ, കോട്ടയം നസീർ, സജിൻ ഗോപു തുടങ്ങി ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. പീസ് എന്ന ജോജു ജോർജ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയ സഫർ സനൽ, രമേശ് ഗിരിജ എന്നിവർ ചേർന്നാണ് രചന നിർവഹിക്കുന്നത്. നിലവിൽ ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് ആസിഫ് അലി അഭിനയിക്കുന്നത്. അഡിയോസ് അമിഗോസ് എന്ന ചിത്രമാണ് ആസിഫിന്റേതായി അടുത്തതായി പുറത്തിറങ്ങാനുള്ളത്. ബോക്സ് ഓഫീസിൽ ഹിറ്റായ ഗുരുവായൂർ അമ്പലനടയിൽ OTTയിൽ എത്തിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ 10ാമത്തെ മലയാള ചിത്രവും 2024-ൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ 5ാമത്തെ ചിത്രവുമായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ. ഡിസ്നി ഹോട്ട്സ്റ്റാറിലാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ്. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് കൂട്ടുകെട്ടിൽ ആദ്യമായി എത്തിയ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന ഒരു കല്യാണത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമാണിത്. ജയ 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 ഹേ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വിപിൻ ദാസ് ഒരുക്കിയ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, അനശ്വര രാജൻ, നിഖില വിമൽ, തമിഴ് താരമായ യോഗി ബാബു, ജഗദീഷ്, ബൈജു തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. സൂര്യ നായകനായി വേഷമിട്ട് വന്ന ചിത്രമാണ് ഗരുഡൻ. ഉണ്ണി മുകുന്ദന്റെ തമിഴ് ചിത്രം എന്ന പ്രത്യേകതയും ഗരുഡനുണ്ട്. ഇവർക്കൊപ്പം ഗരുഡനിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിക്കുന്നത് ശശികുമാറാണ്. ആഗോളതലത്തിൽ സൂര്യയുടെ ഗരുഡൻ 58.94 കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്.
ഗരുഡൻ ആമസോൺ പ്രൈം വീഡിയോയിലൂടെ OTT-യിൽ പ്രദർശനത്തിനെത്തുമെന്നാണ് റിപ്പോർട്ട്. അമ്പരപ്പിക്കുന്ന കുതിപ്പാണ് ഗരുഡൻ നടത്തുന്നത്. മലയാളത്തിന്റെ ശിവതയും ഗരുഡനിൽ ഉണ്ണി മുകുന്ദനൊപ്പമുണ്ട്. ദുരൈ സെന്തിൽകുമാർ സംവിധാനവും തിരക്കഥ വെട്രിമാരനുമാണ് നിർവഹിക്കുന്നത്. ലാക് സ്റ്റുഡിയോസും ഗ്രാസ് റൂട്ട് സിനിമ കമ്പനിയും ചേർന്നാണ് നിർമ്മാണം. ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ആർത്തർ വിൽസൺ ആണ്. യുവൻ ശങ്കർ രാജയാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഗരുഡൻ ഇന്ത്യയിൽ നിന്ന് 3 കോടിയിലധികം റിലീസിന് നേടിയെന്നാണ് സാൽട്നിക്കിന്റെ റിപ്പോർട്ട്. സൂര്യ പ്രധാന വേഷത്തിലെത്തിയ വെട്രിമാരന്റെ തിരക്കഥയിൽ ഉണ്ണി മുകുന്ദനും എത്തുമ്പോൾ മലയാളി സിനിമാ പ്രേക്ഷകരും വലിയ ആകാംക്ഷയിലായിരുന്നു. മലയാളത്തിന്റെ ശിവതയും ഉണ്ണിക്ക് ഒപ്പമുണ്ട്. ദുരൈ സെന്തിൽകുമാറാണ് സംവിധാനം. ജയ് ഗണേഷ് അടക്കം നിരവധി ചിത്രങ്ങളിൽ നായകനായെത്തിയ മലയാളത്തിന്റെ പ്രിയ താരം ഉണ്ണി മുകുന്ദന്റെ തമിഴിലെ അരങ്ങേറ്റ ചിത്രമാണിത്. മലയാളത്തിന്റെ ഹിറ്റായ നന്ദനത്തിന്റെ റീമേക്ക് ചിത്രത്തിൽ മനോരാമ ലിംഗമായി സിഡ്നിയിലാണ് ഉണ്ണി മുകുന്ദന്റെ നടനായുള്ള അരങ്ങേറ്റം. തിയേറ്ററിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ഗഗനചാരി എന്ന സിനിമയുടെ ടീം വീണ്ടും എത്തുന്നു. മണിയൻ ചിറ്റപ്പൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഗഗനചാരിയുടെ കഥ എഴുതിയ ശിവസായിയും സംവിധായകൻ അരുൺ ചന്തുവും ചേർന്ന് തന്നെയാണ് മണിയൻ ചിറ്റപ്പനും എഴുതുന്നത്. സയന്റിഫിക് പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ചിത്രം ഗഗനചാരിയെ പോലെ തന്നെ കോമഡി പശ്ചാത്തലത്തിലാണ് ഒരുങ്ങുന്നതെന്നാണ് സൂചന. ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതേസമയം ഗഗനചാരി മികച്ച അഭിപ്രായം നേടുകയാണ്. ഗണേഷ് കുമാർ, ഗോകുൽ സുരേഷ്, അജു വർഗീസ്, അനാർക്കലി മരക്കാർ തുടങ്ങിയവരായിരുന്നു ഗഗനചാരിയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.